അതിനെന്താ ഇതൊക്കെ വേണം, ഇതൊന്നും കട്ട് ചെയ്യരുത്. അബ്ദുൾ ഷുക്കൂർ മീർ, ഡോക്ടർ അബ്ദുൾ ഷുക്കൂർ മീർ. ഹലോ. എയിംസ് ഡൽഹി എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ CMC എപ്പോഴും പീക്കാണല്ലോ. ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ഷുക്കൂറിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് കേട്ടോ കുറച്ചേ ഉള്ളൂ ഇതില്. ഇനി നമുക്ക് ഷുക്കൂറിന്റെ സ്റ്റഡി സ്പേസിലേക്ക് പോവാണെങ്കിൽ ആ സമയത്ത് വേറെ ഒന്നും മൈൻഡ് ആക്കണ്ട, കോളേജിൽ എത്തിയിട്ട് ഫുൾ എൻജോയ് ചെയ്യാൻ ഇത് കാണിച്ചു തരാൻ പറഞ്ഞു, സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, പ്ലാൻ ബി എന്താ ഷുക്കൂറിന്റെ? ഹലോ എവ്രിവൺ, എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയില്ലേ, ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ഒരു മാസം ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എയിംസ് ഡൽഹി കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയ സമയത്ത് ഷുക്കൂർ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഷുക്കൂറിൻ്റെ എയിംസ് ഡൽഹിയിലെ റൂമും ഹോസ്റ്റലും പിന്നെ ക്യാമ്പസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു, ഒരു സോളോ ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷുക്കൂറിൻ്റെ റൂമായിരിക്കും കാണിച്ചു തരുന്നുണ്ടാവുക. അവിടുത്തെ ബോയ്സ് ഹോസ്റ്റൽ എങ്ങനെയാണ്, അവർക്ക് സിംഗിൾ റൂമൊക്കെ കേട്ടോ. അപ്പോൾ ആ സിംഗിൾ റൂം എങ്ങനെയാണെന്നുള്ളത് പിന്നെ നിങ്ങൾ CMCൻ്റെ തന്നെ മുന്നത്തെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ, ഞങ്ങളെ ഹോസ്റ്റൽ ടൂർ കണ്ടിട്ടുണ്ടാവില്ലേ. ഞാനിപ്പോൾ വേറെ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അതിൻ്റെ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അതെടുക്കുന്ന സമയത്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എയിംസ് ഡൽഹിയിലെ ഹോസ്റ്റലായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എയിംസ് ഡൽഹിയിലെ ബോയ്സ് ഹോസ്റ്റൽ കാണിച്ചു തരാം. ഇതാണ് എയിംസ് ഡൽഹിയിലെ ബോയ്സ് ഹോസ്റ്റൽ. യെസ്, ഇതാണ് അബ്ദുൾ ഷുക്കൂർ. അതെ, വീണ്ടും അബ്ദുൾ ഷുക്കൂറിന്റെ റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ടേക്ക് ദ റിസ്ക് ഓർ ലൂസ് ദ ചാൻസ്. യെസ്, പ്ലാൻ ബി എന്താ ഷുക്കൂറിന്റെ? ബിറ്റ്കോയിൻ അറിയില്ല, യൂട്യൂബർ ഒക്കെ ആയിട്ട് ബിറ്റ്കോയിൻ അറിയിക്കല്ലേ. പിന്നെ നോ എക്സ്ക്യൂസസ്, നെവർ ഗിവ് അപ്പ്, സ്റ്റേ ഹംബിൾ, ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ മോട്ടിവേഷൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പ്ലസ് കുറെ കാറ്. ഇതിൽ ഏറ്റവും ഡ്രീം കാർ ഏതാ? ബുഗാട്ടി. ഒരു ഡോക്ടറായിട്ട് അതൊക്കെ വാങ്ങിക്കട്ടെ. ജിം മോട്ടിവേഷൻ ഉണ്ട്, പ്ലസ് ബോക്സിങ്ങിന്റെ സാധനങ്ങള്. ഇത് മറക്കാൻ വേണ്ടി പിന്നെ പൊട്ടി. അതെ, നെവർ സ്റ്റോപ്പ് ഡ്രീമിംഗ് എന്നുള്ളത് അവിടെ. പക്ഷെ ഇവിടെ കഥ പൊട്ടി വരുന്നത് കുഴപ്പമില്ല. പിന്നെ അവന്റെ ഒരു AC വെച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു AC വരെ വെച്ചിട്ടുള്ളതാണ്. പ്ലസ് മഞ്ചക്. പിന്നെ മറ്റേത് എന്താ പറയാ, എയർ ഫ്രഷ്നർ. നമുക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിക്കട്ടെ ആൾക്കാര്. പിന്നെ വെയിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഓരോ സാധനത്തിനും അളവ് അനുസരിച്ചിട്ടാണ് കഴിക്കാറ്. സ്ട്രിക്റ്റ് ആയിട്ട് ആവുമ്പോ. റിച്ച് ഡാഡ് പുവർ ഡാഡ് ആ ബുക്ക് വായിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നുള്ളത് ഈ ഡൽഹിയിലെ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് എയർ പ്യൂരിഫയർ, യോഗ മാറ്റിൽ എന്താ ചെയ്യല്? സ്ട്രെച്ചിങ്, മോർണിംഗ് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും. ഗുഡ്. ഇതാണ് MBBS പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. കുറച്ചേ ഉള്ളൂ. ഇതില് കൂടുതലുണ്ടാവുമല്ലോ. ഇതില് കൂടുതലുണ്ട്, ഞാൻ ആവശ്യമുള്ള മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നീറ്റിന്റെ ബുക്കാന്ന് കണ്ടാ മനസ്സിലാവും. പ്രൊമോഷന് വരുന്ന ബുക്സ് ആണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ അധികം ഐപാഡ് അല്ല വായിക്കല്. ഐപാഡില് ഓൺലൈനായിട്ട് ബുക്ക് PDF ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ വായിക്കും. പിന്നെ ഇനി നമുക്ക് കുറച്ച് തിന്ന കാര്യത്തിലേക്ക് പോവാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അത് തന്നെയാണ്. എയർ ഫ്രയർ എന്ന് വെച്ചാൽ ചിക്കനൊക്കെ വേവിക്കാനും അതാക്കാനൊക്കെ വെക്കാറുണ്ട്. മസിൽ പ്രോട്ടീൻ. യെസ്, വേ പ്രോട്ടീൻ. ഓക്കെ, മസിൽ ഉണ്ടാക്കാൻ അതിനാണ് ഞാൻ മസിൽ പ്രോട്ടീൻ. ഓക്കെ, വേ പ്രോട്ടീൻ. പിന്നെ ഉള്ളത് ബേബി വൈപ്സ്. ബേബി ആയിട്ടുള്ള നമുക്ക് ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉള്ളത് നോക്കാം. അയ്യോ, തുറന്നു. എന്താണുള്ളത്? ഓ, പഴം, ക്യാരറ്റ്, കുക്കുംബർ, പ്രോട്ടീൻ ഓട്സ്, പിന്നെ പുറത്ത് സോസും കാര്യങ്ങളും. പിന്നെ ഇതാ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. സോസ്, ഇത് പീനട്ട് ബട്ടർ, ഇതൊക്കെയാണ് ഷുക്കൂർ ഡെയിലി കഴിക്കാറ്. പിന്നെ ഇനി നമുക്ക് ഷുക്കൂറിന്റെ സ്റ്റഡി സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റഡി സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വർക്കിംഗ് സ്പേസ് എന്നൊക്കെ പറയും. ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5000 രൂപക്കായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൈസ വിഷയമല്ല. പിന്നെ ഉള്ളത് ഇവിടെ ഏതാ? ഓ, പുതിയ മാക് ബുക്ക് എടുത്തിട്ടുണ്ട്. മഷാല്ലാ. ഐപാഡ് ഉണ്ട്. മഷാല്ലാ, എല്ലാവരും മഷാല്ലാ പറയാ. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ സ്പീക്കർ,
ഇതിൽ പെർഫ്യൂം ഏറ്റവും അടിപൊളി പെർഫ്യൂം അല്ല 9 PM ഈ ബ്ലാക്ക് ഈ സൈഡ് ഇത് 9 PM. ഓക്കെ, അഫ്നാൻ. 9 PM. പിന്നെ ഇതുവരെ വായിക്കാത്ത ബുക്കുകൾ കുറെ കാലമായിട്ട് അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. റിച്ചസ്റ്റ് മാൻ ഇൻ ബെവ്ലിയോൺ, ദ സൈക്കോളജി ഓഫ് മണി. ഇതൊന്നും വായിച്ചിട്ടില്ല, വെറുതെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാണ്. പിന്നെ സ്ക്രബ് കാണിച്ചു കൊടുക്കും. സ്ക്രബും പിന്നെ ബോക്സിംഗ് ഗ്ലൗസും. ഈ പറയണം പറഞ്ഞു ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വരട്ടെ. ഇതൊക്കെ വായിക്കാൻ വെക്കണോ? അതിനെന്താ, ഇതൊക്കെ വേണം, ഇതൊന്നും കട്ട് ചെയ്യരുത്. ഓക്കെ, ഇതാണ് ഒരു സെറ്റപ്പ്. ഇനി എന്നോട് പറഞ്ഞത് അവന്റെ എന്ത് കാണിക്കാൻ, സ്ക്രബ്സ് കാണിക്കാൻ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, എയിംസ് മെഡിക്കൽ കോളേജ് അല്ലെ, എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സോറി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ക്രബ്. അബ്ദുൾ ഷുക്കൂർവി, ഡോക്ടർ അബ്ദുൾ ഷുക്കൂർവി. റിച്ച്മൻ ആണോ? പക്ഷെ അതിന്റെ ഇത് വയ്ക്കണം, റിച്ച്മൻ ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ മൈക്രോട്ടോണിനേക്കാളും കഷ്ടമാണ് അത്. ജസ്റ്റ് ഷോക്ക് വേണ്ടി എന്റെ മെയിൻ ഇതാ സൈഡിൽ അങ്ങോട്ട് അവിടെ തൂക്കിയിട്ടിരുന്നു. അത് ജസ്റ്റ് ഷോക്ക് വേണ്ടി വെച്ചത്. അതാണ് ലിറ്റ്മാനൊന്നും അല്ല, ലൈഫ് ടോൺ. ലൈഫ് ടോൺ, മൈക്രോട്ടോൺ, ലൈഫ് ടോൺ. പിന്നെ അവിടെ കുറച്ച് ലഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തങ്ങൾക്ക് അലമാരുണ്ട്. ഇത് കാണിച്ചു തരാൻ പറഞ്ഞു, സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാൻ പറഞ്ഞാണ്. പിന്നെ ഷൂറാക്ക്, കൊറേ ഷൂ ഉണ്ട്. ഷൂറാക്ക് കൊറേ ഷൂ. ഈ ചെറിയ റൂമിൽ ഇത്രയും കൊറേ സാധനങ്ങൾ. അതാണ് ഇന്റീരിയർ ഡിസൈനിങ്. ഇന്റീരിയർ ഡിസൈനേഴ്സ് ഇതൊന്ന് കണ്ടിട്ട് പറയോ ഇവിടെ എവിടെയാ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇതാണ് ഷുക്കൂറിന്റെ റൂമിന്റെ ഒരു അവസ്ഥ. കൊട്ടാരം എന്ന് പറഞ്ഞാല് നമ്മള് നോർമൽ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഷുക്കൂറിന്റെ വീഡിയോ പ്ലാനിങ്, വീഡിയോ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എല്ലാരും അത്ര വലിയ മനസ്സിലാവുന്നില്ല. ഞാൻ ഫുള്ള് ഇങ്ങനെ ഷോർട്ട് ഫോമിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ആരെങ്കിലും റൂമിൽ കയറി വരുമ്പോഴും മനസ്സിലാവേണ്ട രീതിയിൽ. എന്തിനാ അവരിതിന്റെ കോപ്പി അടിക്കോ? അല്ല, ഈ ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ ഹൈപ്പോക്സിയ അതെന്താ പറഞ്ഞാണ്. പിന്നെ ഇതാണ് ഞാൻ. നിങ്ങൾ എന്നെ കണ്ടിട്ട് കുറേ നേരമായില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ, ഇതാണ് ഷുക്കൂറിൻ്റെ റൂം. ഷുക്കൂറാണ് ഇന്നത്തെ ഇവിടുത്തെ ഹോസ്റ്റ്. എൻ്റെ ഇവിടെ എയിംസ് ഡൽഹിയിൽ വന്ന സമയത്ത് എന്നെ ഹോസ്റ്റ് ചെയ്യണത് ഷുക്കൂറാണ്. ക്ലൈമറ്റ് അത്ര അടിപൊളിയൊന്നുമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എയിംസ് ഡൽഹി എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ CMC എപ്പോഴും പീക്കാണല്ലോ. ഞാൻ പറയാം CMC അടിപൊളി എന്നാ, കാരണം CMCയിൽ ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്ന ഫുഡ്, ഭക്ഷണം അത് അടിപൊളിയാണ്. ഇവിടെ കണ്ടില്ല, ഇവനൊക്കെ ജീവിക്കുന്നത് ഇവിടെ മറ്റേ വെയ് പ്രോട്ടീൻ ഒക്കെ കഴിച്ചിട്ടാ. നമ്മളൊക്കെ ജീവിക്കുന്നത് ഓരോ ദിവസം ഷവർമ, അൽഫാമും ഷവായ ഒക്കെ കഴിച്ചിട്ടാണ്. ഹെൽത്തി അല്ല എന്നാലും. പിന്നെ മലയാളികളെ വൈബിട്ടാ അത് ഇവിടെ കിട്ടൂല. ഇവിടെ വളരെ കുറച്ച്. ഹലോ, അതായത് മലയാളികൾ ഇവിടെ വളരെ കുറവാണ്. ഇപ്പൊ എത്ര, എന്റെ ബാച്ചിൽ 12 ആള്, പിന്നെ ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞ 7 ആള് 6 ആള്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഒറ്റ ഒരാളാണ് വന്നത്. അപ്പൊ ആ ഒരു മലയാളി വൈബ് അത് കിട്ടും. എന്തായാലും ആ ഒരു വൈബ് നാട്ടിലുണ്ടാവും. അത് ഇവിടുത്തെ ഒരു ഇതാണ്. നമുക്ക് സോഷ്യൽ ലൈഫ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാട്ടിൽ നിൽക്കണം എന്നാണ് ഷുക്കൂർ പറയുന്നത്. സോഷ്യൽ ലൈഫ് നമുക്ക് അവിടെ കുറേ ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും, കുറേ മലയാളികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ബെറ്റർ. രണ്ട് ക്രിയേറ്റേഴ്സ് തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ, രണ്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണിത്. അപ്പൊ എല്ലാരും പഠിച്ചുകൊണ്ട് ഇങ്ങോട്ടും CMC-ക്കൊക്കെ വരിക. ഇങ്ങോട്ട് വരിക കുറച്ച്, അവിടെ കുറെ മലയാളികളുണ്ട്. ഇങ്ങോട്ട് വരിക കുറച്ച്. ഓക്കെ, ഇവിടെ എത്ര സീറ്റ് ആണുള്ളത് ഒരു ബാച്ചില്? 132. 130. അതിലേ പറഞ്ഞത് ഒറ്റ മലയാളി. 132 സീറ്റ്സിൽ ഒരു മലയാളിയുള്ളൂ. അപ്പൊ നമ്മള് കേരള കുട്ടികൾ പഠിക്കുന്ന ഭയങ്കര കുറവാട്ടോ. അടിയിട്ടും പഠിച്ചവരേക്ക്. നിന്റെ ബാച്ചിൽ എത്ര ഉണ്ട്? എന്റെ ബാച്ചിൽ 12 ആള്. 12 ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റേഷ്യോ പിന്നെ കുറഞ്ഞു വരും. അപ്പം മലയാളികൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കാരണം ഡൽഹിയിൽ വന്നിട്ടും ഇത്ര എയിംസിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അടിയിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. അപ്പൊ അവിടെ വന്നിട്ടും പഠിക്കാൻ വേണ്ടിട്ട് നോക്കുക, നല്ല രീതിയിൽ പഠിക്കി. അല്ല എന്താ നിങ്ങളിപ്പോ പെരപ്പണി ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, കുറച്ച് ഇരുന്ന് പഠിക്കാൻ. ആ സമയം ഇരുന്നാണ് പഠിച്ചാ പോരെ. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കി. ആ സമയത്ത് വേറെ ഒന്നും മൈൻഡ് ആക്കണ്ട. കോളേജിൽ എത്തിയിട്ട് ഫുൾ എൻജോയ് ചെയ്യാൻ നമുക്ക്. ഇപ്പൊ നീറ്റിന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ഒക്കെ ആവും. കുറെ നിങ്ങളെ ഹോബീസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കുറെ ഒന്നും ഫ്രണ്ട്ഷിപ്പ് ഒന്നും നടക്കൂല. പക്ഷെ അതൊക്കെ സാക്രിഫൈസ് ചെയ്തതിനുള്ള വെറുത്ത് നിങ്ങൾ എയിംസ് CMC-യിലൊക്കെ കയറി കിട്ടും. അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള സോഷ്യൽ ലൈഫും വേറെ തന്നെ കാര്യം. നിങ്ങൾക്ക് ആ റിഗ്രറ്റ്. ഇപ്പൊ ഞാൻ എന്റെ +1 +2 ലൈഫ് ഭയങ്കര മൂഞ്ചി. പിന്നെ കഴിഞ്ഞിട്ടുള്ള റിപ്പീറ്റ് ഇയറും ഭയങ്കര മൂഞ്ചിരിക്കുക. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. കാരണം ഇവിടെ കിട്ടണ ഈ ഫെസിലിറ്റീസ് ആൻഡ് ഇവിടെ നമ്മളെ അടിക്കണ വൈബൊക്കെ അത് നമ്മളെ കൊണ്ട് മറപ്പിക്കും.
അപ്പോൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യൂല എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊരു 1 year ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷാറാവും. വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഷുക്കൂറിൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഷുക്കൂർ എങ്ങനെയാണ് വീഡിയോസ് പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് ഷുക്കൂറിൻ്റെ വീഡിയോ സെറ്റപ്പ്. ഒരു റൂമിൽ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടാണ്, നല്ല രസമല്ലേ, ബാക്കിലിങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ച്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എൻ്റെ ഹോസ്റ്റലിൻ്റെ അവസ്ഥ. ഞങ്ങൾ 6 ആൾക്കാർ ഷെയർ ചെയ്യുന്ന റൂമിൻ്റെ അവസ്ഥകൾ കാണിച്ചിട്ടില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എയിംസ് ഡൽഹിയിലൊക്കെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിൾ റൂം കിട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ബൈ ദ വേ ഇവിടെ ഒരാളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പുറത്ത്, പക്ഷെ ഒളിച്ചിരുന്ന് കഴിക്കുന്ന കാണിച്ചിട്ട് അവിടെ ഒരാൾ ഒളിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സാധനം കാണുമ്പോൾ, ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ ഭയങ്കര ക്വാളിറ്റി വീഡിയോസ് എടുക്കാനൊക്കെ. അപ്പൊ എല്ലാവരും ഷുക്കൂറിന്റെ പേജ് ഒക്കെ എടുത്ത് നോക്കുക. ഷുക്കൂറിന് കുറെ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, സ്ട്രാറ്റജീസ് പറഞ്ഞിട്ട് അവൻ എയിംസിലെത്തിയ കഥകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ എന്റെ യൂട്യൂബ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഷുക്കൂർ തുടങ്ങിയത് എന്നാണ് ഷുക്കൂർ പറയുന്നത് കേട്ടോ. ഷുക്കൂറിന്റെ കാക്ക എന്റെ വീഡിയോസ് ഒക്കെ ഷുക്കൂറിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവനിങ്ങനെ ചോദിക്കുന്നു, എന്താ കാക്ക ഇങ്ങനെ ചോദിക്കും അവനോട്, എനിക്ക് ഇങ്ങനെ തുടങ്ങിക്കൂടെ, എനിക്ക് ഇങ്ങനെ കഴിവില്ല എന്നൊക്കെ. അവസാനം ഷുക്കൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനാണ് അവന്റെ ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. എനിക്ക് കേട്ടപ്പോ കരച്ചിലൊക്കെ വന്നു ഗൈസ്. കാരണം ഒരാള് യൂട്യൂബൊക്കെ തുടങ്ങാറ് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ അവസാനം മീറ്റ് ചെയ്തതാണ് എയിംസ് ഡൽഹിയിൽ നിന്ന്. പണ്ടില്ലേ, ഞാൻ ശരിക്കും ഷുക്കൂറിനെ കണ്ടത് എവിടെന്ന് വെച്ചാല് ന്യൂസ് പേപ്പറില്, പത്രത്തില്. ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ഷുക്കൂറിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഷുക്കൂർ ഇങ്ങനെ എന്തൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നു, സൈലത്തിന്റെ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ടൈമിൽ ഞാൻ ഷുക്കൂറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ. പക്ഷെ ഇങ്ങനെ നമ്മൾ ഇത്ര കമ്പനി ആവും നേരിട്ട് കാണുന്നു വിചാരിച്ചിട്ടുണ്ടായില്ല. ഇതിനൊക്കെ സ്പോൺസർ ചെയ്ത എജു പോർട്ടിന്, അജാസ് കേൾക്കുന്നില്ലേ, എജു പോർട്ടിന് എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാനും ഷുക്കൂർ ഇപ്പൊ എജു പോർട്ടിലുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും എജു പോർട്ടിലുണ്ട്. നീറ്റിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ട് മെന്റർഷിപ്പും പിന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവും ഷുക്കൂറൊക്കെ. അപ്പോ അങ്ങനെ ഞങ്ങൾ എജു പോർട്ടിലുണ്ട്. അപ്പൊ അജാസ്ക്ക് അറിയാൻ വേണ്ടി, അജാസ്ക ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് എന്തെങ്കിലും പുതിയ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും, നല്ല നല്ല കോണ്ടൻറ്റ്സ് വരുന്നതായിരിക്കും, നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹാപ്പി വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.